എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലണ്ടൻ കേക്കാണ്. ചോക്ലേറ്റിൻ്റെയും ക്യാരമലിൻ്റെയും ഒരു ഫ്ലേവർ വരുന്ന ഈ ഒരു കേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പം നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് അത്യാവശ്യം മടികട്ടിയുള്ളൊരു പാനിലേക്ക് ഇതുപോലെ 120 ഗ്രാം, അതായത് അര കപ്പളവിൽ പഞ്ചസാര ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കാം. ഇതുപോലെ വെതറിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു പഞ്ചസാര ഒന്ന് ഉരുക്കിയിട്ടെടുക്കണം. തീയൊന്ന് കുറച്ച് വെച്ച് കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും ഇത് കണ്ടില്ല, പഞ്ചസാര ഇതുപോലെ ഒന്ന് ഉരുക്കി വരും. ഇതുപോലെ ഒന്ന് ഉരുക്കി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കിനി ബട്ടർ ചേർത്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള അൺസാൾട്ടഡ് ബട്ടർ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ നമുക്കിതിലേക്ക് ഒരു 30 ഗ്രാം അളവിൽ ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ആ ഒരു ബട്ടറും ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒരു തണുപ്പൊക്കെ പോയിട്ടുള്ള ഒരു 100 ഗ്രാം അളവിൽ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഏകദേശം ഒരു അരക്കപ്പെടുത്ത് വിപ്പിംഗ് ക്രീം ഉണ്ട് ഇതും. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 100 ഗ്രാം അളവിൽ റൂം ടെമ്പറേച്ചറിലുള്ള വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ഈ ഒരു പഞ്ചസാര നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഒട്ടും കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും. കറക്റ്റ് ഈ ഒരു പാകമായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മറ്റൊരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 20 ഗ്രാം അളവിൽ ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കുക. ക്യാരമൽ നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ഉരുകി വന്നോളും. അപ്പോൾ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്കതിൻ്റെ ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. 200 ഗ്രാം അളവിൽ ഡാർക്ക് ചോക്ലേറ്റും 100 ഗ്രാം അളവിൽ മിൽക്ക് ചോക്ലേറ്റും ആണ് കേട്ടോ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടെടുക്കണം. ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ബൗൾ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഓവനിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുത്താലും മതി. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് നമുക്ക് ഇവിടെ നിന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുകി വന്നാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 80 ഗ്രാം അളവിൽ റൂം ടെമ്പറേച്ചറിലുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് 100 ഗ്രാം അളവിൽ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു ഫ്രഷ് ക്രീമുമാണ്. ഇതെല്ലാം നിങ്ങൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം ഈ ഒരു ക്രീമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 100 ഗ്രാം അളവിൽ ഫ്രഷ് ക്രീം ഞാൻ ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരു വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമും കൂടെ മിക്സ് ചെയ്തത് നമുക്ക് ഈ ഒരു ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 20 ഗ്രാം അളവിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതും റൂം ടെമ്പറേച്ചറിലുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് അത്യാവശ്യം കുറഞ്ഞതിന് ശേഷം ഇതുപോലൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ആ ഒരു ചോക്ലേറ്റും ആ ഒരു ക്യാരമൽ ഇതുപോലെ ഞാനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് കറക്റ്റ് നമുക്ക് ഫ്രിഡ്ജിൽ 1 മണിക്കൂറാണ് കേട്ടോ വെക്കേണ്ടത്. 1 മണിക്കൂർ മാത്രം വെച്ചാൽ മതി, അതിൽ കൂടുതൽ സമയം വെക്കണ്ട. കറക്റ്റ് 1 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ കേക്ക് റെഡിയാക്കാനായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് 3/4 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അളവുകളെല്ലാം നമ്മൾ കറക്റ്റ് എടുക്കണം കേട്ടോ. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml ഈ ഒരു കപ്പിൽ 3/4 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറാണ്. ഈ ഒരു കൊക്കോ പൗഡറും മൈദയും കൂടി ചേരുമ്പോൾ 1 കപ്പാണ്. ആ ഒരു അളവിലാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഈ ഒരു പൊടികളെല്ലാം അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പൊടിയൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക. ആ ഒരു പാത്രത്തിലൊട്ടും തന്നെ വെള്ളമയൊന്നും കാണാൻ പാടില്ല. വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 4 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചൂറ്റി ഇട്ട് കൊടുക്കാം. ഈ ഒരു മുട്ടയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി വേണ്ടത് ഇതുപോലെ പഞ്ചസാര പൊടിച്ചതാണ്. 1 കപ്പ് അളവിൽ പഞ്ചസാരപ്പൊടിയാണ് കേട്ടോ ഇത്. അതായത് നമ്മൾ മൈദ അളന്നിട്ടെടുത്ത ഒരു സെയിം കപ്പിൽ തന്നെ
മൈദ നമ്മൾ 3/4 കപ്പാണ് ചേർത്ത് കൊടുത്തത്. ആ ഒരു കപ്പിൽ കറക്റ്റ് 1 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ഇത്. പൊടിച്ചെടുത്തതിന് ശേഷമുള്ള അളവാണ് കേട്ടോ 1 കപ്പ്. അപ്പോൾ 1 കപ്പ് പഞ്ചസാരപ്പൊടി ഇതുപോലെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ 2-3 തവണയായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് വേണം നമ്മളൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്ത് ഇത് കണ്ടില്ല ഈ ഒരു കറക്റ്റ് പാകത്തിന് വേണം നമ്മളിത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ ഇതുപോലെ ഈ ഒരു പരുവത്തിനൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ അരിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു പൊടികളില്ലേ, ആ ഒരു പൊടികൾ ഇതിലേക്ക് ഒരു 3 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു പൊടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് സ്പീഡിലിട്ട് നമ്മളിത് ഇളക്കരുത്. പതിയെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/4 കപ്പ് അളവിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ആ ഒരു പാലും ഒരു 3 തവണയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. വീണ്ടും ഈ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ആ ഒരു പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ആ ഒരു പൊടി ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു 1/4 കപ്പ് പാലും ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ടീനാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ആ ഒരു പാത്രം ഫുള്ളായിട്ട് ഞാനൊരു കുറച്ച് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ഒരു ബാറ്ററി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൊട്ടി കൊടുക്കുക. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇത് ഓവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യാം. ഓവൻ ഇല്ലാതെ നല്ല അടികട്ടിയുള്ള പാത്രത്തിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓവനിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഓവനിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഏകദേശം ഒരു 35 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു കേക്ക് നന്നായിട്ട് ബേക്കായി വരും. 35 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ടൊരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുമ്പോഴത്തേക്കും നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നന്നായിട്ട് ഇവിടെ ബേക്കായി നല്ല തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിൽ നിന്ന് അങ്ങ് എടുത്തേക്കാം. ഇതിൻ്റെ ചൂട് നല്ല പോലെ തന്നെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഇതുപോലെ 3 ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ 3 ലെയറാക്കി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് ചോക്ലേറ്റും ക്യാരമലും ഇവിടെ 1 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ ഈ ഒരു ചോക്ലേറ്റ് ഇവിടെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ക്യാരമലിൻ്റെ ഒരു ക്രീമും കൂടി നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് അളവിൽ നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇതുണ്ടല്ലോ ഈ ഒരു പാകത്തിന് നമ്മളൊന്ന് വിപ്പ് ചെയ്തെടുത്താൽ നമ്മുടെ ഒരു ക്യാരമലും ഇതുപോലെ തന്നെ നമുക്കൊന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കാം. ക്യാരമലും ഇതുപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു ക്രീമിലേക്ക് ആ ഒരു ക്യാരമൽ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് വിപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ക്യാരമലിൻ്റെ ഈ ഒരു ക്രീം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു കേക്ക് ഞാൻ ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ക്യാരമൽ അങ്ങനെ തന്നെ അങ്ങ് വിപ്പ് ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ല ക്രീമി ആയിട്ടൊക്കെ കിട്ടും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ക്യാരമൽ അങ്ങ് മെൽറ്റ് ആകാൻ തുടങ്ങി. ഇവിടുത്തെ ഒരു ചൂടും കൊണ്ടും കൂടി ആയിരിക്കും. രണ്ടാമത് ഞാൻ ഈ ഒരു രീതിക്കാണ് ആ ഒരു ക്യാരമൽ വിപ്പ് ചെയ്തെടുത്തത്. അപ്പം കറക്റ്റായിട്ട് അങ്ങ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു കേക്ക് ട്രേയിൽ ഇതുപോലൊരു ക്ലിംഗ് റാപ്പ് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യത്തെ ഈ ഒരു ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു കേക്ക് നമുക്കൊന്ന് സോക്ക് ചെയ്യണം. അതിനായിട്ട് കുറച്ച് പാലും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ ഈ ഒരു പാല് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കേക്ക് നമുക്കൊന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് കേട്ടോ ഞാനത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ നമുക്ക് ആ ഒരു ക്യാരമലിൻ്റെ ഒരു ക്രീമും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ സെറ്റാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഞാനൊന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ. 10 മിനിറ്റിന് ശേഷം ഇനി നമുക്കിതുപോലെ ഫുള്ളായിട്ട് എടുത്തിട്ട് ആ ഒരു ചോക്ലേറ്റ് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകളിലേക്ക് ഞാൻ വീണ്ടും ഒരു 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 100 ഗ്രാം അളവിൽ വിപ്പിംഗ് ക്രീമും കൂടെ മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചും കൂടി ഒന്ന് ഫിനിഷിംഗ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. 4-5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ നന്നായിട്ടൊന്ന് തണുത്തൊന്ന് സെറ്റായി വന്നതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ.
അങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളിത് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ അങ്ങ് കട്ട് ചെയ്തങ്ങ് കഴിക്കരുത്. ഒരു 4-5 മണിക്കൂറോളോ അല്ലെങ്കിൽ നമ്മളിത് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ ഈ ഒരു കേക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ നമുക്കിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് കാണിച്ചു തരാം. ആ ഒരു ക്യാരമലും ആ ഒരു ചോക്ലേറ്റും എല്ലാം കൂടെ അങ്ങ് മിക്സായി വരുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു വൈറൽ ആയിട്ടുള്ള ലണ്ടൻ കേക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.